കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് കാണുന്നു. അപ്പോൾ ഇന്ന് ലോകത്തിലെ നന്മ കണ്ടെത്തുവാൻ, അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നൊരു നന്മ വരുമെന്ന് ഇന്ന് ജനങ്ങൾ പരക്കം പായുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും കുറേ നന്മ പ്രാപിക്കണം എന്ന് ആഗ്രഹം എല്ലാവർക്കുമുണ്ട്. പക്ഷേ തിരുവചനം പ്രമാണിക്കുവാൻ മനസ്സില്ലാത്തവരാണ് നമ്മിൽ അനേകരും. എങ്ങനെയെങ്കിലും കുറേ നന്മ കിട്ടിയാൽ മതിയെന്ന് മാത്രം ഇരിക്കുന്നു. പക്ഷേ ദൈവവചനം പറയുന്നതെന്ന് പറഞ്ഞാൽ, തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനെന്ന്. അപ്പോൾ ഈ ഭൂമിയിലുള്ള ജീവിതമായാലും, അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ രാജ്യത്തിലായാലും മരണശേഷം ഒരു ഭാഗ്യമുള്ള ഒരു ജീവിതം കിട്ടണമെങ്കിൽ നാം യഹോവയിൽ ആശ്രയിക്കണം. എന്നാൽ നമുക്ക് നന്മ കണ്ടെത്താനും സാധിക്കും. ദൈവത്തിൻ്റെ രാജ്യത്തിൽ നമുക്ക് ഭാഗ്യവാനായി പോകുവാനും പറ്റും. ആയതുകൊണ്ട് ഇന്നു മുതൽ വചനം പ്രമാണിക്കുവാൻ ദൈവം ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കുക. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവം വചനം കേൾക്കുന്നവർ ഒരുപാട് പേരുണ്ടെങ്കിലും അതിന് ജീവിപ്പാൻ ഇന്ന് അനേകർക്കും സാധിക്കുന്നില്ല. താങ്കൾ ചെയ്യുന്നത് തെറ്റെന്നറിഞ്ഞും കർത്താവെ അത് പ്രമാണിക്കുവാൻ സാധിക്കാതെ തെറ്റിന് പുറത്ത് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിൻ്റെ മക്കളെ നിൻ്റെ കരങ്ങൾ തരുന്നു കർത്താവേ. അപ്പോൾ ഈ ലോകത്തിലെ ചെറിയ തെറ്റുകൾ ചെയ്ത് കർത്താവ് നരകത്തിൽ പോകുന്നവരായിട്ടല്ല, ദൈവമേ നിൻ്റെ വചനം പ്രമാണിച്ച് ദൈവമേ അതിന് മുഖാന്തരം കർത്താവ് നിൻ്റെ രാജ്യത്തിൽ വരുന്ന ഭാഗ്യം ലഭിപ്പാൻ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൃപയോ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.